സിറാജ് ധനപ്രത്തത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിരുന്ന KM ബഷീറിനെ വാഹനം ഇടിപ്പിച്ചു, അതായത് മദ്യലഹരിയിൽ വാഹനം ഇടിപ്പിച്ചു കൊലപ്പെടുത്തി എന്ന് പറയുന്ന കേസിൽ ഒരു യുവ IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോഴും വിചാരണ നേരിട്ടുകൊണ്ടേയിരിക്കുക. എനിക്കൊന്ന് 2019 നടന്ന കേസ്, അല്ലെ 2019 നടന്ന ഒരു അപകടം ശരിയാണ്, തെറ്റാണ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. എന്നിട്ടും ഈ ഇത്രയും വർഷം, ഏതാണ്ട് 7 കൊല്ലമായി അല്ലേ, 7 വർഷമായിട്ടും ഇപ്പോഴും ജോലിയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും വലിയ വെല്ലുവിളികളും വലിയ പ്രഷറുകളും നേരിട്ടുകൊണ്ട് പുള്ളി ഇപ്പോഴും പുറത്തും വിചാരണ നേരിടുന്നു, അകത്തും വിചാരണ നേരിടുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കാം. അപ്പം അത്രയും വലിയൊരു വിചാരണ നേരിടേണ്ട പ്രശ്നമായിരുന്നു അത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചു, ഒരാളുടെ ജീവൻ പോയി, അതിനെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ഇതിൽ ശരിക്കും നമ്മൾ എല്ലാവരും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ പറയുന്ന KM ബഷീർ എന്ന് പറയുന്ന ഒരാൾ 2019 മരണപ്പെടുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തകരടക്കമുള്ള എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ പത്രപ്രവർത്തകരുടെയും ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ്. അതിനുശേഷം വേറൊരു അപകടം നടന്നിരുന്നു. എനിക്കൊന്ന് മംഗളത്തിൻ്റെ മറ്റോ ബ്യൂറോ ചീഫിനെ ഇതുപോലെ തന്നെ ഒരു ലോറി അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പം ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഇതിൽ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ വഫ ഫിറോസ് എന്ന് പറയുന്ന ഒരു യുവതി ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പാർട്ടി കഴിഞ്ഞു, ഇവരുടെ ഒരു ബാച്ചിലർ പാർട്ടി എല്ലാം കഴിഞ്ഞു, അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ച് റാഷ് ഡ്രൈവിംഗ് ആണ്, റാഷ് നെഗ്ലിജൻസ് ഡ്രൈവിംഗ് എന്ന് പറയും. അപ്പം റാഷ് ഡ്രൈവിങ്ങിനാണ് ശരിക്കും കേസ് എടുക്കേണ്ടത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അപകടമാണ്, ഒരു അല്ലാതെ മനഃപൂർവ്വം ഇതിനകത്ത് അവിടെ ഒരു വ്യക്തിവൈരാഗ്യം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വ്യക്തിവൈരാഗ്യം എന്ന് പറയുന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ തെളിവുകളില്ല. ഇപ്പം ശ്രീറാം വെങ്കിട്ടരാമന് എന്തിനാണ് പുള്ളിക്കാരനോടൊരു വ്യക്തിവൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യം? അവിടെ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അപ്പം ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കമ്മ്യൂണലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കമ്മ്യൂണലായിട്ട് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ കാറിനുള്ളിൽ വഫ ഫിറോസ് എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു, ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ വാഹനത്തിനുള്ളിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വഫയുടെ കാറ് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ശ്രീറാം വെങ്കിട്ടരാമൻ അന്ന് ഓടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വാഹനം ഒന്നുകിൽ വളവ് തിരിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതൊരു മ്യൂസിയം ജംഗ്ഷനിലൊരു വലിയ വളവുണ്ട്, ആ വളവ് തിരിയാനൊരു പക്ഷേ വണ്ടിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ പുറത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണ് KM ബഷീർ സഞ്ചരിച്ചിരുന്ന 2 വീലറിലേക്ക് ഇത് ഇടിക്കുകയും ഈ വാഹനം ഇതുമായിട്ട് വലിച്ചുകൊണ്ട് പോയി ഈ വാഹനം അവിടെ ഒരു കെട്ടിടത്തിൻ്റെ മതിലിലേക്ക് പോയി ഇടിച്ചു കയറുക. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ക്രൈം സീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അപകട സ്ഥലം നമ്മൾ കാണുന്ന സമയത്ത് അതവിടെ ഇങ്ങനെ വാഹനം അതിലിങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിലായിരുന്നു കണ്ടത്. പിന്നീട് KM ബഷീറിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും രാത്രി ഒരുപാട് ലേറ്റായി കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോയി പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ 19 ശേഷം ഇപ്പം എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 7 വർഷമായി. ഈ വർഷത്തിനകത്ത് ശ്രീറാം വെങ്കിട്ടരാമന് അനുഭവിച്ച നിരവധി പ്രശ്നങ്ങളുണ്ട്. അതായത് ജോലിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുക, അല്ലെങ്കിൽ ജോലിയിൽ കൃത്യമായി ജോലി കയറി കഴിയുമ്പോൾ അദ്ദേഹം വേറെ എന്തോ തെറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞാൽ വളരെ മിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ മമ്മൂട്ടിയുടെ ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ അങ്ങനെയാണ് കിങ് സിനിമ കാണുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണല്ലോ ദി കിങ്. ആ കിങ് സിനിമ ഇയാൾ കാണുന്നു. അതിനകത്ത് മമ്മൂട്ടി അവതരിപ്പിച്ച ക്യാരക്ടർ IAS ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടറാണ്. കോഴിക്കോട് കളക്ടറായിട്ട് വരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ വേഷമാണെന്ന് മമ്മൂട്ടി അവതരിപ്പിച്ചത്. ഈ വേഷം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ടോക്കിൽ ശ്രീറാം വെങ്കിട്ടരാമൻ പറഞ്ഞാണ് അങ്ങനെ ആ ഒരു വേഷം കണ്ടു കഴിഞ്ഞ് ആ ക്യാരക്ടറിനോട്, അല്ലെങ്കിൽ ഒരു IAS എന്ന് പറയുന്നൊരു പവറിനോട് തോന്നിയ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ആരാധന, ആ ആരാധനയെ തുടർന്നിട്ടാണ് അദ്ദേഹം ഈ IAS എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അത് ഡോക്ടറാണ് ആക്ച്വലി, ആ ഒരു IAS എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം മാറുന്നത്. അങ്ങനെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിൻ്റെ പിറകെ പോയി സിവിൽ സർവീസ് എടുത്ത ഒരാളാണ്. വീട് എറണാകുളത്താണ്. അപ്പം ഇവിടെ അദ്ദേഹം ഈ പറയുന്ന പോലെ വളരെ കാലിബറുള്ള ഈ അപകടം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 30 വയസ്സ് എങ്ങാണ്ടേ ഉള്ളൂ ശ്രീറാം വെങ്കിട്ടരാമന്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് മിടുക്കനാണ് അത്. പിന്നെ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതിലും അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു സർവീസ് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എനിക്കൊന്ന് 30-29 വയസ്സിനിടയ്ക്ക് ആ സമയത്താണ് ഈ ആക്സിഡൻറ്റ് നടക്കുന്നത്.
അപ്പോൾ ആ സമയത്ത് സാധാരണ ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്ന പോലെ ഇവർ എല്ലാവരും കൂടെ ടീമുകളെല്ലാം കൂടെ കൂടിയ സമയത്ത് അദ്ദേഹം മദ്യപിച്ച് വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വാഹനമെടുത്ത് ഈ വഫ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു, ആ യുവതി ഉണ്ടായിരുന്നു. ആ യുവതിയെയും കൂട്ടിയിട്ടാണ് ഇയാൾ വണ്ടി എടുത്തിട്ട് പോകുന്നത്. വണ്ടി പോകുന്ന വഴിയിൽ ആക്സിഡൻ്റ് ആയി. എന്നാൽ ഇതൊരു കൊലപാതകമാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് വ്യക്തമായ ഒരു തെളിവ് പറയാനില്ല. അവിടെ നിന്ന് തന്നെ ഇദ്ദേഹത്തെ മദ്യപിച്ച് ലക്കില്ലാതിരുന്ന, മദ്യപിച്ച് വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം വാഹനം ഓടിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ കൊണ്ടുവന്ന ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നും ഉണ്ടെന്നും അവിടെ അദ്ദേഹം എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇൻക്വസ്റ്റ് നടപടികളിൽ എന്തൊക്കെയോ മാനിപ്പുലേഷൻസ്, അതായത് നമ്മുടെ കെ എം ബഷീറിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളിൽ എന്തൊക്കെയോ ചില മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അതിലൊന്നും സ്ഥിരീകരിക്കുന്നയോ അല്ലെങ്കിൽ ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകളൊന്നും അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഇതൊരു അപകട മരണം എന്നുള്ള നിലയിലേക്ക് മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇതൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെങ്കിൽ കൃത്യമായി ആ സമയത്ത് എങ്ങനെ കെ എം ബഷീർ അവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ വരേണ്ടതുണ്ട്. അപ്പം തന്നെയല്ല, ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇല്ല. വ്യക്തിപരമായി ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ട ആവശ്യമായ യാതൊരു തെളിവുകളും സത്യത്തിൽ ഈ കെ എം ബഷീറും പിന്നെ ശ്രീറാം വെങ്കിട്ടരാമനും തമ്മിലില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില ഊഹാപോഹങ്ങളും ചില കെട്ടുകഥകളും അല്ലെങ്കിൽ ചില ഊഹങ്ങളുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. അത് അവിടെയുള്ള ഒരു സ്ഥലത്തെ കയ്യേറ്റവുമായി എൻക്രോച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില സാധനങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ അത് വഫയ്ക്ക് വേണ്ടിയിട്ട് ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്തു, ഇങ്ങനൊരു കൊലപാതകം ചെയ്തു എന്നൊക്കെയാണ് അവിടങ്ങളിൽ നടക്കുക. അത് റൂമറുകൾ മാത്രമാണ്. അതിൽ കാര്യമായി എന്തെങ്കിലും അതിനകത്തുണ്ട് എന്നുള്ള കാര്യം ആർക്കും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇതൊരു അപകട മരണം എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടതാണ്. ശരിക്കും മാനസികമായും ശാരീരികമായും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സർവീസ് പരമായി ഒരു ചെറുപ്പക്കാരനല്ലേ, അദ്ദേഹത്തിനെ ഇങ്ങനെ നിരന്തരം 7 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു അപകടത്തിൻ്റെ പേര് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ എത്ര തരം ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്, എത്ര ആക്സിഡൻറ്റിൽ എത്രയോ അധികം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കുന്നംകുളത്തൊരു ബസ് നിയന്ത്രണം വിട്ടിട്ട് പട്ടാപ്പകൽ മദ്യപിക്കാത്ത ഒരു ഡ്രൈവർ ഓടിച്ച ഒരു ബസ് നിയന്ത്രണം വിട്ട് അടുത്തുകൂടി പോയ 3-4 വാഹനങ്ങൾ ഇടിക്കുന്നു. ആ വാഹനം അതിൽ അപകടത്തിൽ ഒരാൾ മരണപ്പെടുന്നു. അപ്പം ശരിക്കും എന്താ, അത് കൊലപാതകമാണോ? അത് കൊലപാതകമല്ല. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ വേറൊരു വാർത്ത നമ്മൾ കണ്ടാണ്. ഒരു ബൈപ്പാസിൽ ഒരു 2 വീലറിൽ 2 പേര് യാത്ര ചെയ്ത് വരുന്നു. അപ്പോൾ ഒരു ചെറിയ മഹീന്ദ്രയുടെ ഏതോ ഒരു ചെറിയ ഒരു പിക്കപ്പ് വാനിൽ ഓവർടേക്ക് ചെയ്തിട്ട് ഈ ബൈക്ക് അങ്ങോട്ട് പോവാണ്. അയാളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പുറകിന് തന്നെ അപ്പോൾ ഏതോ ഒരു കാറിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു ക്യാമറയാണ്, റിയറിൽ നിന്നുള്ളൊരു ക്യാമറയിൽ കണ്ട ഒരു സാധനം. അപ്പോൾ ആ വണ്ടി എന്ത് ചെയ്യുന്നു, വണ്ടി പെട്ടെന്ന് തന്നെ ഇവർ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഇവരുടെ പിന്നാലെ ആ വണ്ടി അങ്ങ് വണ്ടി കൂടിയിട്ട് വന്നിട്ട് ഈ 2 വീലറുകാരനെ ഇടിച്ചിടുന്നു. അതായത് മനഃപൂർവ്വം വന്നിട്ട്, ഇപ്പം നമുക്കറിയാം ഒരു വണ്ടി വന്ന് ഇടിക്കുന്നതും അല്ലെങ്കിൽ ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ചെയ്തിട്ട് ഇടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വണ്ടി ഇടിച്ചു കഴിയുമ്പോൾ ബ്രേക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി മുന്നിലേക്ക് കുത്തും സാധാരണഗതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി കുറച്ച് കുതിക്കും. എന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് പൊങ്ങും. ഇടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങുന്നു, വണ്ടി ഇടിച്ചിട്ടിട്ട് ഇവരെയും കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുന്നു. ഇവർ വന്നിട്ട് വേറൊരു വാഹനത്തിൻ്റെ അടിയിലേക്ക് കയറുന്നു. ഇങ്ങനെ ഈ വണ്ടി നിർത്താതെ അങ്ങ് പാസ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റോയിൽ തന്നെ വന്ന 3-4 വാഹനങ്ങൾ നിർത്തിയിടുന്നുണ്ട്. ഈ വാഹനങ്ങളിലെല്ലാം ഈ ചെറുപ്പക്കാർ 2 പേരുണ്ടായിരുന്നു. പയ്യൻ മരിച്ചു പോകുന്നു. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റോഡ് ആക്സിഡൻറ്റുകൾ പതിവാണ്. റോഡ് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, റോഡ് ആക്സിഡൻറ്റുകളിൽ പലരും കൊല്ലപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അല്ലെങ്കിൽ ഈ അന്ന് വാഹനം ഡ്രൈവ് ചെയ്ത എല്ലാവരും ഈ പറയുന്ന കുറ്റം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല. മീൻസ് ഈ പറയുന്ന പോലെ ഇത്രയും കാലം അയാൾക്ക് വേറൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കൊരു പോസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും അയാൾ എന്തൊക്കെയോ പണം ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തു എന്നടക്കമുള്ള വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഈ പറയുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ പോലെയുള്ള ഒരു യുവ IAS ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണൽ വെഞ്ചസ് ഒന്നുമില്ല, യാതൊരു വെഞ്ചസും ഇല്ലാതെ നടത്തിയ ഒരു ആക്സിഡൻറ്റ്. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുക്കേണ്ടി വരും? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടിപ്പർ ലോറി കുട്ടികളുടെ മേലേക്ക് വീണിട്ട് 14 വയസ്സുള്ളൊരു കുഞ്ഞ് മരിക്കുന്നു. അങ്ങനെ എത്ര നിരന്തരം നടക്കുന്ന ആക്സിഡൻറ്റുകൾ നമ്മുടെ മുന്നിൽ. ഇപ്പം ഇതൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഒരാളെ കൊല്ലണം എന്ന് തന്നെയല്ല, IAS കേഡറിലിരിക്കുന്ന അല്ലെ IAS ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് ലാൻഡ് റവന്യൂവിലേക്ക് അദ്ദേഹത്തിന് എന്തോ മാറ്റം കിട്ടിയ സമയമാണ്, പ്രൊമോഷൻ കിട്ടിയ സമയമാണ് ആ സമയം. അപ്പം അങ്ങനെ ഒരാൾ ഒരു അപകടം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പം KM ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആക്സിഡൻ്റൽ ഡെത്ത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത് അത്ര ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം.